ഓം ഹര ഈ നമ. ശ്രീ ഗുരു പാതുകാം പൂജയ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ കലിയുഗാന്ത്യത്തിൽ മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യൻ അണുവായുധങ്ങൾ നിർമ്മിക്കുന്നു. ഈ കലിയിൽ മനുഷ്യൻ തമ്മിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. മൃത്യുഭയത്താൽ മനോതലം ഓരോ നിമിഷവും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭഗവാൻ മഹാദേവനെ മനസാ സ്മരാമി, മഹേശ്വരനാമം മനസാ പൂജയാമി, പഞ്ചാക്ഷരി മന്ത്രത്തെ. അപ്പോൾ ഈ കലിയിൽ എല്ലാവിധ ദുരിത ദോഷങ്ങൾക്കും ഭഗവാനെ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. നോക്കൂ, വിശ്വഗോക്കളിൽ നിന്നും ബ്രഹ്മദേവൻ മൃത്യുദേവതയെ സൃഷ്ടിച്ച കഥ നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. പ്രപഞ്ച സംഹാരത്തിന് അഗ്നി തൻ്റെ 7 നാക്കുകളാൽ താണ്ഡവമാടി. അങ്ങനെ സർവ്വതും ഉന്മൂലനം ചെയ്തതിന് ശേഷം മനുഷ്യരാശിയുടെ നാശത്തിന് ഇനി ഉണ്ടാകരുത്, അല്ലെങ്കിൽ മനുഷ്യനാശം ഇനി ഉണ്ടാകരുതെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ബ്രഹ്മദേവൻ വിശ്വഗോക്കളിൽ നിന്നും മൃത്യുദേവതയെ സൃഷ്ടിച്ചു, വൃത്തിപരമായിരിക്കുന്ന ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുക. നമ്മളുടെ ഈ നിത്യജീവിതത്തിനിടയിൽ ഓരോ വിഷയങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പലർക്കും പലതരത്തിലുള്ള എല്ലാം മാനസികമായിരിക്കുന്ന സംഘർഷങ്ങളാണ്. എല്ലാം ഉണ്ടായിട്ടും മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കലിയാണ്. ഇവിടെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഭഗവാനെ വിളിക്കുന്നവനാണ് വേദ ഇതിഹാസങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മഹാദേവനെ തന്നെ ശരണം പ്രാപിക്കുക. എല്ലാ ദുരിതവ്യാധികളും നിങ്ങളെ വിട്ടുപോകും. അഘോര മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടുള്ള രക്ഷകൾ ധരിക്കുക. അതുപോലുള്ള രക്ഷാകവചങ്ങൾ സ്വീകരിക്കുക. നിങ്ങളെല്ലാം വൃത്തിപരമായിരിക്കുന്ന ദുരിതവ്യാധികളിൽ നിന്നും മരണഭയത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുവാൻ പറയുന്നത്. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ത്രയംബകേശ്വരൻ്റെ സന്നിധിയിൽ ബലിയിടുന്ന സമ്പ്രദായം നമുക്കറിയാം. എങ്കിൽ ബലി ഒരുപാട് സ്ഥലങ്ങളിൽ ഇടുന്നുണ്ട്. പല മൂർത്തിയുടെയും മുമ്പിൽ പ്രേതാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ത്രയംബകേശ്വരൻ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ, അപ്പോൾ അതിന് പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേക സ്ഥലത്ത് ചില പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ച് പരിഹാരം കാണുക. അതല്ലാതെ യാതൊരു മാർഗവും നമുക്ക് പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുകയില്ല. അപ്പോൾ രോഗം അറിഞ്ഞ് ചികിത്സിക്കൂ, രോഗത്തെ അറിഞ്ഞ് മരുന്ന് കഴിക്കൂ എന്നാണ്. അല്ലാതെ എനിക്ക് ഇന്ന രോഗമുണ്ട്, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രോഗം എന്തിൽ നിന്ന് വന്നു, ആ വന്ന എന്താണോ അവിടെയാണ് പരിഹാരം കാണേണ്ടത്. അപ്പോൾ ഈ കലിയുഗാന്ത്യത്തിൽ എല്ലാവിധ ദുരിതവ്യാധികൾക്കും
ശ്രീ പരമേശ്വരൻ, ശ്രീ പരമേശ്വരിയുടെ അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളുമായി വരും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീ ഗുരു പാദുകാം പൂജയാമി.